ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ യൂണിറ്റ് 2-ലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഫോറിൻ ലാൻഡ്സ്, എ പോയം ബൈ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. ഇതിലെ ആദ്യത്തെ എ ഡോൾസ് ജേർണി എന്ന പാഠഭാഗത്തിൻ്റെ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സയൻസ്, സോഷ്യൽ തുടങ്ങിയ എല്ലാ ഹിന്ദി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫുൾ ആക്ടിവിറ്റീസ് വീഡിയോ മലയാളം ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോറിൻ ലാൻഡ്സ് എന്ന പാഠഭാഗമാണ്. ഫോറിൻ ലാൻഡ്സ് എന്ന ഈ ഒരു പോയമാണ്. പോയം എഴുതിയത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസ് ആണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിമരത്തിൽ കയറിയിട്ട് ഒരു കുട്ടി മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണുമല്ലോ. പുറത്തെ കാഴ്ചകൾ നമ്മൾ ഒരുപാട് കാണും. ഉയരത്തിൽ ഒരു മരത്തിൻ്റെ മേലെ കയറിയിട്ടുണ്ടെങ്കിൽ കാണുന്ന കാഴ്ചകളാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി കാണുന്ന ഒരു സാങ്കല്പിക ലോകമാണ്, ഒരു ഫെയറി ലാൻഡാണ്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പ് ഇൻ ടു ദ ചെറി ട്രീ. ഏത് ട്രീയിലാണ്? ചെറി ട്രീയിലാണ് കയറിയിരിക്കുന്നത് അല്ലേ. അപ്പ് ടു ഇൻ ടു ദ ചെറി ട്രീ. ചെറി ട്രീ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചെറി മരം. ഓക്കെ, up into the cherry tree. Who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. അപ്പോൾ ആ കുട്ടി ചെറിയ മരത്തിൽ കയറിയിട്ട് പറയണു, ഹൂ ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ. ഐ ഹെൽഡ് ദ ട്രങ്ക്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ അറിയാം, മരക്കൊമ്പ്. വിത്ത് ബോത്ത് ഹാൻഡ്സ്, രണ്ട് കൈകൊണ്ടും ഞാൻ മുറുകെ പിടിച്ചു. ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ഫോറിൻ ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫെയറി ലാൻഡ്, അതായത് പുറത്തുള്ള ലോകം ഞാൻ കണ്ടു. ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ. പിന്നെന്താ കണ്ടത്? തൊട്ടടുത്തുള്ള ഗാർഡൻ കണ്ടു. എഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ്. എന്താണ് അതിലുണ്ടായിരുന്നത്? ഫ്ലവേഴ്സാണ് ഉണ്ടായിരുന്നത്. എഡോൺഡ് എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഡെക്കറേറ്റഡ് എന്നാണ് അർത്ഥം. എഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ. അപ്പോൾ തൊട്ടടുത്ത് പൂക്കളുള്ള മനോഹരമായ ഒരു പൂന്തോട്ടം കണ്ടു. ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ഇതുവരെ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടു. ഐ സോ ദ ഡിബ്ലിംഗ് റിവർ പാസ് ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ വിത്ത് പീപ്പിൾ ട്രാമ്പിംഗ് ഇൻ ടു ടൗൺ. ഇതൊക്കെയാണ് കണ്ടത്. ഐ സോ ദ ഡിംബ്ലിംഗ് റിവർ പാസ്. ഡിംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നദിയിലുണ്ടാകുന്ന, പുഴയിലൊക്കെ ഉണ്ടാകുന്ന ഓളങ്ങളുണ്ടല്ലോ, ഓളങ്ങളുടെ ചെറിയ ഒച്ച ഉണ്ടാവല്ലോ, അതിനെയാണ് ഡിംബ്ലിംഗ് എന്ന് പറയുന്നത്. ഐ സോ ദ ഡിംബ്ലിംഗ് റിവർ പാസ്. അപ്പോൾ തൊട്ടടുത്തുകൂടെ ഒരു പോകുന്നുണ്ട്, അതിനെ കണ്ടു. ആൻഡ് വി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. നീലാകാശം മുഖം നോക്കുന്ന കണ്ണാടി പോലെയായിരുന്നു ആ റിവർ എന്നാണ് പറയുന്നത്. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ വിത്ത് പീപ്പിൾ ട്രാമ്പിംഗ് ഇൻ ടു ഡൗൺ. പിന്നെന്താ കണ്ടത്? താഴേക്കും മുകളിലേക്കും പോകുന്ന ഡസ്റ്റി റോഡ്സ്, പൊടിപടലങ്ങൾ നിറഞ്ഞ റോഡ്സ് കണ്ടു. അതിലൂടെ ആര് പോകുന്നുണ്ട്? വിത്ത് പീപ്പിൾ ട്രാമ്പിംഗ് ഇൻ ടു ദ ടൗൺ. ടൗണിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാമ്പിംഗ് ഇൻ ടു ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തിരക്കിട്ട് പോവുക, അതാണ് പറയുന്നത്. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ. ഇനി ഇതിനേക്കാളും ഉയരമുള്ള ഒരു മരത്തിൽ കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഫാദർ ആൻഡ് ഫാദർ ഐ ഷുഡ് സീ. ദൂരേക്കുള്ള കാഴ്ചകൾ കാണാമായിരുന്നു. ഫാദർ എന്ന് പറഞ്ഞാൽ ദൂരെ. ടു വേർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ് ഇൻ ടു ദ സീ എമംഗ് ദ ഷിപ്സ്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ ഇത്രയൊക്കെ ഉള്ളൂ കാണുന്നത്. ഇനിയും ഉയരമുള്ള മരത്തിൽ കയറണമെങ്കിൽ എന്തൊക്കെ കാണാമായിരുന്നു? അങ്ങ് ദൂരെ നദി കടലുമായി ചേരുന്നിടത്ത് കപ്പലുകൾ വന്നെടുക്കുന്നതൊക്കെ എനിക്ക് കാണാമായിരുന്നു. ടു വേർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ് ഇൻ ടു ദ സീ, അതായത് നദി ഒഴുകി കടലിലേക്ക് പതിക്കുക, ആ ഒരു സ്ഥലം വരെ എനിക്ക് കാണാമായിരുന്നു. പിന്നെ ഷിപ്സ് കാണാമായിരുന്നു. To where the road on either hand led onward into fairyland, where all the children die 9 to 5 and all the playthings come alive. പിന്നെ എന്തൊക്കെ കാണാമായിരുന്നു? കുറച്ചും കൂടി ഹൈറ്റുള്ള സ്ഥലത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇടതും വലതും ഒരു ഫെയറി ലാൻഡിലേക്ക് പോകുന്ന വഴിയൊക്കെ ഇടത്തും വലത്തും ഉണ്ട്. അതൊക്കെ എനിക്ക് കാണാമായിരുന്നു. പിന്നെന്താണ്? 5 മണിക്ക് അത്താഴം കഴിക്കുന്ന
കുട്ടികളും അവരുടെ ജീവൻ വയ്ക്കുന്ന കളിപ്പാട്ടങ്ങളും കാണാൻ കഴിയും. എന്താണ് കുറച്ചും കൂടി ഹൈറ്റിൽ കയറിയ ടുവേർഡ് ദ റോഡ് ഓൺ ഐദർ ഹാൻഡ് ലെഡ് ഓൺ വേർഡ് ടു ഫെയറി ലാൻഡ്. അതായത് ഫെയറി ലാൻഡ് സാങ്കല്പികമായ ലോകത്തേക്ക് പോകുന്ന 2 വഴികളും എനിക്ക് കാണാമായിരുന്നു. വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5. 5 മണിക്ക് അത്താഴം കഴിക്കുന്ന കുട്ടികളെയും അതേപോലെ തന്നെ ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ്, അതായത് ടോയ്സ്, അവരുടെ ജീവൻ വയ്ക്കുന്ന, അതായത് 5 മണിക്ക് ശേഷം ജീവൻ വയ്ക്കുന്ന അവരുടെ ടോയ്സും കാണാൻ കഴിഞ്ഞേനെ എന്ന് കുട്ടി സങ്കല്പിക്കുകയാണ്. ഇതൊക്കെ കുട്ടിയുടെ ഇമാജിനേഷനാണ് ഇതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുമ്പ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. അദ്ദേഹം ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റ്, പോയിറ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ പോപ്പുലർ നോവൽസ് ട്രഷർ ഐലൻഡ്, സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് ആൻഡ് കിഡ്നാപ്ഡ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ചെറിയ വിവരണമാണ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്? ഫോറിൻ ലാൻഡിലേക്ക് നോക്കി എന്നതുകൊണ്ട് ഇവിടെ പോയറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? The poet means that the child is looking out at distant and unfamiliar places. അപ്പോൾ ആ കുട്ടി ദൂരേക്ക് നോക്കുകയാണ്, അതേപോലെ അതിന് പരിചയമല്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് അത് നോക്കുന്നത്. ഇമാജിനിങ് ആൻഡ് എക്സ്പ്ലോറിങ് ന്യൂ വേൾഡ്സ് ബിയോണ്ട് ദെയർ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്. പുതിയ പുതിയ ഇമാജിനറി വേൾഡ്, പുതിയ ലോകങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇനി അടുത്തത്, ഹൗ വാസ് ദ ചൈൽഡ് ഏബിൾ ടു സീ പ്ലേസസ് നെവർ സീൻ ബിഫോർ? മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ കുട്ടിക്ക് എങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത്? ദ ചൈൽഡ് ഈസ് ഏബിൾ ടു സീ ദീസ് പ്ലേസസ് ത്രൂ ദെയർ ഇമാജിനേഷൻ. അതിൻ്റെ ഇമാജിനേഷനിലൂടെയാണ് അതിന് കാണാൻ കഴിയുന്നത്. The child is able to see these places through their imagination to envision, അല്ലെങ്കിൽ to see far off lands and experience. അപ്പം ചൈൽഡ് ഇതൊക്കെ ഇമാജിനേഷനിൽ കാണുകയാണ്, ഇത് സങ്കല്പിക്കുകയാണ്. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഡു ദ ചൈൽഡ് സീ ഫ്രം ദ ട്രീ? ട്രീയിൽ നിന്ന് എന്താണ് കാണുന്നത്? ഫ്രം ദ ട്രീ ദ ചൈൽഡ് സീസ് മൗണ്ടൻസ്. മൗണ്ടൻസ് കണ്ടു, വാലീസ്, റിവേഴ്സ്, ഓഷ്യൻസ്, ഷിപ്പ്, സൺ ആൻഡ് സ്റ്റാർസ്, എ വൈഡ് റേഞ്ച് ഓഫ് നാച്ചുറൽ വണ്ടേഴ്സ് ആൻഡ് മാർവൽസ്. അപ്പോൾ പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് ആ കുട്ടി കാണുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദ റിവർ ഈസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്? എന്തുകൊണ്ടാണ് പോയറ്റ് ഈ റിവറിനെ ആകാശത്തിൻ്റെ നീല നിറമുള്ള കണ്ണാടി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ദ പോയറ്റ് സേസ് ദ റിവർ ഈസ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് ബിക്കോസ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. അപ്പോൾ എന്താണ്, വെള്ളത്തിൽ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, ആകാശത്തിൻ്റെ ആ നീല നിറം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് means it is so clean and clear that one could see the sky in the water. ആർക്ക് നോക്കിയാലും ആ വെള്ളത്തിൽ ആകാശത്തെ കാണാൻ അത്രയും ക്ലിയർ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവേഴ്സ്? ഇവിടെ പോയറ്റ് എന്തുകൊണ്ടാണ് ഗ്രോൺ അപ്പ്, റിവർ വളർന്ന് വലുതായി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദ പോയറ്റ് മീൻസ് ദാറ്റ് ദ റിവർ ഹാസ് മെച്ചോർഡ് ആൻഡ് ഗ്രോൺ മച്ച് ലൈക്ക് ദ ചൈൽഡ് ആൻഡ് ഈസ് നൗ പവർഫുൾ സ്ട്രീം. ഇപ്പോൾ അത് വളർന്ന് വലുതായി ഒരു പവർഫുൾ സ്ട്രീമായി മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻസ്, ഹൗ കുഡ് ദ ചൈൽഡ് ബി ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്സ്? കുട്ടിക്ക് എങ്ങനെയാണ് കപ്പലും കടലും ഒക്കെ കാണാൻ കഴിയുന്നത് എന്ന്? The child can see the ships through their imagination, envisioning distant horizon and possibilities. അപ്പോൾ ആ കുട്ടി കാണുന്നത് എങ്ങനെയാണ്? എല്ലാം ഇമാജിനേഷനിലൂടെയാണ്. നമുക്ക് ഇവിടെ പറയാം, ഇൻ ദ പോയം ഫോറിൻ ലാൻഡ്സ് ദ ചൈൽഡ് ഈസ് ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ചെറി ട്രീ. ടോപ്പ് ഓഫ് ദ ചെറി ട്രീ എന്ന് പറയാമെങ്കിൽ കൂടി ഈ കുട്ടി എല്ലാം ഇമാജിൻ ചെയ്യുകയാണ്. അല്ലാണ്ട് ചെറി ട്രീയുടെ മേലെ കയറിയാൽ ഇതൊന്നും കാണില്ല, അത് ഇമാജിൻ ചെയ്യാണ്. ഇങ്ങനെയൊക്കെ കണ്ടാലോ, ഇങ്ങനെയൊക്കെ കാണാമല്ലോ എന്ന് ആ കുട്ടി ഇമാജിൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് 2 തരത്തിൽ ആൻസർ എഴുതാം. ഫോറിൻ ലാൻഡ്സ് ദ ചൈൽഡ് ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ചെറി ട്രീ. എവിടെ നിന്നാണ് കാണുന്നത്? ഫ്രം ദ ടോപ്പ് ഓഫ് ദ ചെറി ട്രീ എന്ന് എഴുതാം. ദ ചൈൽഡ് ക്യാൻ സീ ദ സീ ഷിപ്സ് ത്രൂ ദെയർ ഇമാജിനേഷൻ. ഇതൊക്കെ കുട്ടിയുടെ ഇമാജിനേഷനാണ്. അതായത് ഇന്നതൊക്കെ ഞാൻ കാണുന്നു എന്നതൊക്കെ ആ കുട്ടി സാങ്കല്പികമായിട്ട് വിചാരിക്കുകയാണ്. ഇൻ 7th ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ചൈൽഡ് എക്സ്പെക്റ്റ് ടു ഫൈൻഡ് ഇൻ ഫെയറി ലാൻഡ്? ഈ ഫെയറി ലാൻഡിൽ കുട്ടി എന്താണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നത്?
The child expects to find magic, wonder and enchantment in fairyland, a place of dreams and fantasy. അപ്പോൾ ഈ കുട്ടി ഡ്രീംസും ഫാൻറ്റസിയും അതേപോലെ മാജിക്കും വണ്ടറും ഒക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇനി നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ, വെൻ ഡു പ്ലേ തിങ്സ് കം അലൈവ്? കളിപ്പാട്ടങ്ങൾക്ക് എപ്പോഴാണ് ജീവൻ വരുന്നത്? ദ പ്ലേ തിങ്സ് കം അലൈവ് ആഫ്റ്റർ 5, ദാറ്റ് ഈസ് ഇൻ ദ ഈവനിങ്. ഇൻ ദ പോയം playthings come alive in the evening. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് ഡു ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ്. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി 1. ദ ചൈൽഡ് എൻജോയ്സ് ദ സൈറ്റ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ. ഗീവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ചൈൽഡ് സീസ്. കുട്ടി മരത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നു. കുട്ടി എന്താണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിവരണം നൽകാനാണ്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് എഴുതാം? ദ ചൈൽഡ് ക്ലൈംഡ് എ ചെറി ട്രീ ആൻഡ് ഹെൽഡ് ഓൺ ടു ഇറ്റ്സ് ട്രങ്ക് യൂസിങ് ഹെർ ഹാൻഡ്സ്. 2 കൈയും മുറുക്കെ പിടിച്ച് കുട്ടി എവിടെ കയറി? ചെറി ട്രീയുടെ മേലെ കയറി. ഫ്രം ദിസ് ഹൈറ്റ് ഷീ സോ ഹെർ നൈബർഹുഡ്, ദ റോഡ്സ് വിത്ത് പീപ്പിൾ വാക്കിംഗ് ആൻഡ് റിവർ. A river. She wished she could climb higher and see the river joining the sea and the ships that were anchored or sailing by. ഇത്രയാണ് ആ കുട്ടി ഈ പോയത്തിൽ കണ്ടത്. അതായത് റോഡ്സ് കണ്ടു, തൊട്ടടുത്തുള്ള അയൽപക്കം കണ്ടു, പിന്നെ ആളുകൾ നടക്കുന്നത് കണ്ടു, പിന്നെ റിവർ കണ്ടു. പിന്നെ അവളെന്താ വിചാരിച്ച, കുറച്ചും കൂടി ഹൈറ്റ് കയറിയാൽ കടലിലേക്ക് പുഴ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലവും കാണാം, അവിടെ ഷിപ്സിനെയും കാണാം എന്നാണ് അവൾ വിചാരിച്ചത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ഇത് വേറൊരു മോഡലാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ചെറി ട്രീ ദ ചൈൽഡ് സീസ് എ ബ്രീത്ത് ടേക്കിംഗ് പനോരമ ഓഫ് നാച്ചുറൽ വണ്ടേഴ്സ്. ഇപ്പം നാച്ചുറൽ വണ്ടേഴ്സിൻ്റെ ഒരു ചലച്ചിത്രം പോലെയാണ് ആ കുട്ടി കാണുന്നത്. ദ ഗെയ്സ് ഔട്ട് ടോളിങ് ഹിൽസ് ആൻഡ് മൗണ്ടൻസ് റൈസിങ് അപ്പ് ഇൻ ദ ഡിസ്റ്റൻസ്. അപ്പോൾ ദൂരെയുള്ള കുന്നുകളും മലകളും കണ്ടു. ദ പീക്സ് റീച്ചിങ് ഫോർ ദ സ്കൈ. ഷി സീസ് വാലീസ് ആൻഡ് മെഡോസ് സ്ട്രെച്ചിങ് ഔട്ട് ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്. വാലീസ് കണ്ടു, മെഡോസ് കണ്ടു, ഒരു പച്ച കാർപ്പറ്റ് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ഡോട്ടർ വിത്ത് വൈൽഡ് ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ്. റിവേഴ്സ് വിൻഡിങ് ദ വേ ലേസ്ലി ത്രൂ ദ ലാൻഡ്സ്കേപ്പ്, റിഫ്ലക്റ്റിംഗ് ദ ബ്ലൂ സ്കൈ എബവ് ലൈക്ക് എ ഷിമ്മറിംഗ് മിറർ. ഓഷ്യൻസ് ഗ്ലിൻറ്റിംഗ് ഇൻ ദ horizon with ships sailing across the waves like tiny toys. The sun shining brightly overhead, casting a warm glow over everything. Stars twinkles like a diamond in the sky, visible even in the daytime from the child's lofty perch. The child eyes drink in the beauty of the world, and their imagination runs wild with the possibilities and adventures. They feel like they are on the top of the world, with everything stretching out before them like a magical kingdom. കുട്ടി എന്താണ്, ഒരു ഫാൻറ്റസി ലോകത്താണ് ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിക്കാനാണ്. അത് ഒക്കെ സാങ്കല്പികമായി കാണുകയാണ്, അഡ്വഞ്ചേഴ്സ് കാണുകയാണ്, പോസിബിലിറ്റീസ് കാണുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഉയരത്തിലാണ് താനെന്ന് കുട്ടി കരുതുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്തത്, ഹാവ് യു എവർ ട്രൈഡ് ടു ലുക്ക് ഔട്ട് ടു ദ സ്ട്രീറ്റ് ഫ്രം ദ ട്രീ ഓർ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്? ഇഫ് യു ഹാവ്, വാട്ട് ഡിഡ് യു സീ? ഇഫ് യു ഹാവ് ഇറ്റ്, വാട്ട് ഡു യു എക്സ്പെക്ട് ടു സീ? അപ്പോൾ നിങ്ങളങ്ങനെ ഏതെങ്കിലും ടോപ്പിൽ പോയിട്ടുണ്ടോ? എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് കണ്ടത്? ഇനി അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അപ്പോൾ ഐ ക്ലൈംഡ് ടു ദ ടോപ്പ് ഓഫ് ദ ടോളസ്റ്റ് ട്രീ ഇൻ അവർ ഗാർഡൻ. ഞാൻ എൻ്റെ ഗാർഡനിലെ ടോപ്പിൽ കയറി. ഐ ഫെൽറ്റ് ലൈക്ക് എ ബേർഡ് സോറിങ് ത്രൂ ദ സ്കൈസ്. ഫ്രം അപ്പ് ഹൈ എവറിത്തിങ് ലുക്ക്ഡ് സോ ഡിഫറെൻറ്റ്. എല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐ സോ അവർ സ്ട്രീറ്റ് ബട്ട് ഇറ്റ് ലുക്ക്ഡ് ലൈനി ടോയ് വില്ലേജ്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റൊക്കെ കണ്ടു, പക്ഷേ എന്താണ്, ഒരു ചെറിയൊരു വില്ലേജ് പോലെ എനിക്ക് തോന്നുന്നു. ഐ സോ പീപ്പിൾ വാക്കിംഗ്, ആളുകൾ നടക്കുന്നത് കണ്ടു. ഐ ഇമാജിൻഡ് മൈസെൽഫ് ഫ്ലൈയിങ് ഓവർ ദ ഹൗസസ്, എക്സ്പ്ലോറിങ് ന്യൂ ലാൻഡ്സ് ആൻഡ് മീറ്റിംഗ് ന്യൂ ഫ്രണ്ട്സ്. ഞാനെന്ത് സങ്കല്പിച്ചു, ഞാൻ വീടിൻ്റെ മുകളിലൂടെയൊക്കെ പറക്കുന്നതും അതേപോലെ തന്നെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നതും പിന്നെ പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇമാജിൻ ചെയ്തു. ഐ ഫെൽറ്റ് ഫ്രീ ആൻഡ് ബ്രേവ് ലൈക്ക് ഐ കുഡ് കോൺകർ ദ വേൾഡ്. അപ്പോൾ എനിക്കെന്താ തോന്നിയത്, എനിക്കിങ്ങനെ സ്വതന്ത്രമായി നല്ല ധൈര്യത്തോടെ ഈ ലോകത്തെ തന്നെ കീഴടക്കാൻ കഴിയുന്നൊക്കെ എനിക്ക് തോന്നി. അതൊക്കെ ഇമാജിൻ ചെയ്യാനാണ്. ഐ സോ ദ സൺ ഷൈനിങ് ഡൗൺ ഓൺ മീ ആൻഡ് ഇറ്റ് മെയ്ഡ് മീ ഫീൽ ഹാപ്പി ആൻഡ് വാം ഇൻസൈഡ്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ടോപ്പ് ഓഫ് ദ വേൾഡ്, ലൈക്ക് നത്തിങ് കുഡ് ഹാവ് ബ്രിങ് മീ ഡൗൺ. ഐ വിഷ് ഐ കുഡ് സ്റ്റേ ഹിയർ
love forever, but for now it is my secret hideout. My own special place where I can dream and imagine anything I want. അപ്പോൾ കുട്ടിയുടെ ഇമാജിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. ഇനി അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. Look at the following lines from the poem. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. The word tree and me end with the same sound. Similarly, hands and lands end with the same sound. They are rhyming words. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഇപ്പോൾ ട്രീ മീ അതിൽ രണ്ടും എൻഡ് ചെയ്യുന്ന ഈ വെച്ചിട്ടാണ്, ഒരേ സൗണ്ടിലാണ് അത് എൻഡ് ചെയ്യുന്നത്. അതേപോലെ ഹാൻഡ്സ് ലാൻഡ്സ് അതും എസ്സിലാണ് എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലുക്ക് അറ്റ് ദ എബോ സ്റ്റാൻസ അഗെയിൻ. ഈ സ്റ്റാൻസ നമ്മൾ ഒന്നും കൂടി നോക്കുകയാണ്. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ എ, ഹൂ ഷുഡ് ക്ലൈം ബട്ട് ലിറ്റിൽ മീ എ, ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് മൈ both my hands B, and looked abroad on foreign lands B. ഇവിടെ എയും ബിയും കൊടുത്തതിൻ്റെ എന്താ അതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നമ്മൾ ട്രീ എന്ന് പറയുമ്പം ഈ എന്നുള്ളതിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ജസ്റ്റ് എ എന്നുള്ള പേര് കൊടുത്തു. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ. മീ എന്താണ്? എയിലാണ് അവസാനിക്കുന്നത്, അതിന് നമ്മൾ എ എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഹാൻഡ്സ് എസ്സിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ വേറൊരു സിമ്പിൾ കൊടുത്തു, ബി കൊടുത്തു. ഇനി ലാൻഡ്സ് ഏത് വേർഡ്? എസ്സിൽ തന്നെയാണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ബി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ റൈമിംഗ് സ്കീം നമുക്ക് എന്താണെന്ന് പറയാം? ഇതിൻ്റെ റൈമിംഗ് സ്കീം നമുക്ക് എഴുതാം ഇങ്ങനെ: എ ബി. അപ്പോൾ ഈ ഒരു 4 സെൻറ്റൻസിൻ്റെ റൈമിംഗ് സ്കീം എന്താണ്? എ ബി. അതായത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ 2 സൗണ്ട് എൻഡ് ചെയ്ത് ഈ വെച്ചിട്ടാണ്, അപ്പോൾ അതിന് ഒരേ സിമ്പിൾ കൊടുത്തു. ഇവിടെ 2 സൗണ്ടും എൻഡ് ചെയ്തത് എസ് വെച്ചിട്ടാണ്, അപ്പോൾ അതിന് ഒരേ സിമ്പിൾ കൊടുത്തു. അപ്പോൾ എ ബി. അപ്പോൾ നിങ്ങൾക്ക് ഇനി റൈമിംഗ് വേർഡ്സൊക്കെ ഇങ്ങനെ ഏത് സ്കീമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ഇത് ഞാൻ പറഞ്ഞ സെയിം സംഭവം തന്നെ. ദ ലാസ്റ്റ് വേർഡ്സ് ഓഫ് ദ ഫസ്റ്റ് 2 ലൈൻസ് എൻഡ് വിത്ത് സെയിം സൗണ്ട് tree me, which is marked A. The third and fourth lines ends with the words hands and lands. They have the same ending sound which is different from A, so they are marked B. The rhyming scheme of the poem A B. അപ്പോൾ ഇനി നമുക്ക് നമ്മളോട് പറഞ്ഞിരുന്നത് ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ ഫോളോയിങ് സ്റ്റാൻസ. ഇപ്പോൾ ഇവിടെ ഒരു 4 വരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റൈമിംഗ് സ്കീം ഏതാണെന്ന് നമ്മളോട് എഴുതാനാണ്. ഇവിടെ നോക്കൂ, ലൈക്ക് എ എന്നാണ് കൊടുത്തത്. ഐയും ഈൽ വെച്ചിട്ട് തന്നെയല്ലേ, അപ്പോൾ നമുക്ക് എ തന്നെ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് എ, രണ്ടാമത്തെ എ, രണ്ടും ഒരേ സൗണ്ടിലാണ് അവസാനിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, പ്ലേസസ് മോർ എന്ന് പറയുമ്പം വ്യത്യാസമാണ്, വേറൊരു സൗണ്ടാണ്. അപ്പോൾ നമുക്കതിന് ബി കൊടുക്കാം. ഇവിടെ ബിഫോറും അതേ ഒരു സൗണ്ടിലാണ്, അപ്പോൾ നമുക്ക് ബി കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ റൈമിംഗ് സ്കീം എ ബി. ഇപ്പം നിങ്ങൾക്ക് ഇനി റൈമിംഗ് സ്കീം എഴുതാനെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എഴുതാൻ അറിയാമല്ലോ, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. അടുത്ത് നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻ ഫ്രം ദ പോയം ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ദ സെയിം വവൽ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ വേർഡ്സ് അബ്രോഡ് ഫോറിൻ. ഇറ്റ് ക്രിയേറ്റ്സ് അസോണൻസ്. അതായത് ഒരേ വരിയിൽ തന്നെ ഇങ്ങനെ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അസോണൻസ് എന്ന് പറയുക. നോക്കൂ, ആൻഡ് ലുക്ക്ഡ് അബ്രോഡ്. ഓക്കെ, ആൻഡ് ലുക്ക്ഡ് അബ്രോഡ്. അതേപോലെ ഫോറിൻ ഓൺ ഫോറിൻ. ഓക്കെ, ഇവിടെ 2 വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് ഒരേ വവൽ സൗണ്ട് ഉള്ളത് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, ഇതിനെ നമ്മൾ എന്താണ്? അസോണൻസ് എന്നാണ് പറയുക. ഫൈൻഡ് ഔട്ട് അതർ എക്സാമ്പിൾസ് ഫോർ അസോണൻസ് ഫ്രം ദ പോയം. അപ്പോൾ പോയത്തിൽ നിന്ന് കൂടുതൽ ലൈൻസ് നമ്മളോട് എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സെൻറ്റൻസ് ആണല്ലോ, വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5 ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് കം അലൈവ് ടു വേർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ് ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ. അപ്പോൾ ഇവിടെ നിങ്ങൾ സെൻറ്റൻസ് ശ്രദ്ധിച്ചാൽ കഴിഞ്ഞാൽ വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5. അപ്പോൾ 5 എന്നൊക്കെ ഉള്ളത് ഒരേ വവൽ സൗണ്ടാണ്, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇതൊരു അസോണൻസിന് ഉദാഹരണമാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ അസോണൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിംബ്ലിംഗ് റിവർ പാസ്, ഇവിടെ ഐ സൗണ്ട്, ഡിംബ്ലിംഗ് റിവർ ഐ സൗണ്ട് ഇവിടെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അസോണൻസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത 4th ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് lines and many pleasant places more that I had never seen before. The words pleasant and places are alliterate. Find out more examples of alliteration from the following sentence. അപ്പോൾ അടുത്തത് എന്താണ്, alliteration ആണ്. alliteration എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സ്റ്റാൻസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ alliteration എന്ന് പറയാം. ഇവിടെ നമുക്ക് പ്ലസൻറ്റും പ്ലേസസും, പ്ലസൻറ്റ് പ്ലേസസ് പി സൗണ്ടിൽ നിന്ന് എന്താണ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുക, ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഇവിടെ ഡി അല്ലേ, ഡി റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ നമുക്കത് ഇതാ ഡസ്റ്റി ഡൗൺ അല്ലേ. അടുത്ത നമുക്ക് ഫാദർ ആൻഡ് ഫാദർ ഐ ഷുഡ് സി. ഇവിടെ എഫ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ അത് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇൻ ടു ദ സീ എമംഗ് ദ ഷിപ്പ്. ഇവിടെ എസ്സും ഷിപ്പും എസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊരു അലിട്രേഷനാണ്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.